സിനിമ അടിപൊളിയാണ്. സിനിമ അടിപൊളി രോമാഞ്ചം വീണ്ടും കണ്ടപ്പോൾ രോമാഞ്ചം. പാട്ടിലൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പറഞ്ഞാൽ പൊളിയായിരുന്നു, നന്നായിരുന്നു. ഭയങ്കര ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടപ്പോൾ ഒരു പെണ്ണായിരുന്നു, ഭയങ്കര നൈസായിരുന്നു. ഇല്ലല്ലോ, അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ്. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ സൂര്യ ഫാനാണ്, സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. നമ്മള് സൂര്യ ഫാനും കൂടി ആകുമ്പോ എല്ലാരും പൊളി, ഒരേ വൈബ് പറയാൻ വയ്യ. സൂപ്പർ ആയിരുന്നു, അടിപൊളി. അന്നത്തെ അതേ എക്സ്പീരിയൻസ് തന്നെ. വർഷങ്ങൾ എത്രയായാലും പടത്തിന് ഒരു എഫക്റ്റ്, സെയിം എഫക്റ്റ്. അടിപൊളി. അടിപൊളിയായിരുന്നു. ഓ, ഭയങ്കര ആവേശമായിരുന്നു. നന്നായിരുന്നു. എല്ലാവരും എന്റർടൈനിങ് ആയിരുന്നു. സൂര്യ ഫാൻ ആയതുകൊണ്ട് പുതിയ എക്സ്പീരിയൻസ് മാതിരി തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. പാട്ടൊക്കെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമായിരുന്നു. സൂര്യ ഫാൻസൊക്കെ കൂടി ഇരുന്ന് ഈ സിനിമ ഒന്നുകൂടി ഞാൻ ഇറങ്ങിയ പൈസ ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു രസമായിരുന്നു. ഞാൻ ഈ സിനിമ തിയേറ്റർ കണ്ടില്ല, ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഈ സിനിമ ഇറങ്ങിയപ്പോൾ. സോ ഇപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരും ഇവിടെ ഇരുന്ന് കാണുന്നത് രസമുണ്ടായിരുന്നു. കൊള്ളാം, ഒരു രക്ഷയില്ല. ഇത് എത്ര വർഷങ്ങൾക്ക് ശേഷം ഉള്ളതാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. ഒരേ വൈബായിരുന്നു, തിയേറ്റർ ഒരേ വൈബായിരുന്നു. ഇളക്കി മറിച്ചു, എല്ലാവരും ഡാൻസ് കളിയായിരുന്നു. പിന്നെ സൂര്യക്ക് ജയ്. ഗജനി ഒരു ഫീലാണ്. ഇപ്പോൾ തിയേറ്ററിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയിലോട്ട് എന്താ പറയുക, ഇമോഷണലി കണക്റ്റ് ആവും. അങ്ങനെ ഒരു പടമാണ്, മിസ് ചെയ്യരുത്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണണം. കൊള്ളാം. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് കാണാത്തവർക്ക് ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 3 ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കണ്ട ആ ഒരു വൈബ് നമുക്ക് കിട്ടും. ആ ഡാൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ വന്ന് എല്ലാ പിള്ളേരും ഭയങ്കര ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ആയിരുന്നു. ഓളമായിരുന്നു. പടം ഫോണിലല്ലേ കണ്ടിട്ടുള്ളൂ, ഫോണിലും ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഓളമായിരുന്നു. ഒരു മാല പാട്ടൊക്കെ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഗജനിക്ക് വേണ്ടി. ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കിടന്ന് കളിയായിരുന്നു ഫുള്ള്. 2-3 പാട്ട് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്നത് ഒത്തിരി സന്തോഷം. ഇനി അടുത്ത ഇന്ത്യൻ വേണ്ടി കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ കാണാൻ നല്ല ഓളമുണ്ട്. പക്ഷേ നമ്മൾ നല്ല ആളുകൾ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഇത് യൂത്ത് മാത്രമല്ല, അല്ലാതുള്ള ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. നല്ലൊരു ഗജനി തന്നെയാണ്. ഗജനി പിന്നെ നമ്മൾ ഒരുപാട് വട്ടം കണ്ടല്ലേ ബ്രോ. നമ്മളൊരു സൂര്യ ഫാനാണ്. പിന്നെ എൻ്റെ പേഴ്സണലി ഏറ്റവും ഫേവററ്റ് പടം ഗജനിയാണ്. പിന്നെ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൂര്യ ചെയ്തതിൽ തന്നെ. പിന്നെ അത് നമ്മൾ തിയേറ്ററിൽ കണ്ടില്ലല്ലോ, കൊച്ചു പിള്ളേരായിരുന്നോണ്ട്. അപ്പം അത് കാണാൻ ഒരു ആകാംക്ഷ, അത്രേ ഉള്ളൂ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൂര്യയുടെ ഇത് കാണാൻ വന്നത് ഭയങ്കര ഹാപ്പി. മിസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങി ഡാൻസ് കളിച്ചു തന്നെ, നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയായിരുന്നു. ഓർക്ക് ഇപ്പോൾ പാട്ടുകളായാലും കാര്യങ്ങളായാലും സൂര്യയുടെ ഭയങ്കര ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. ഫാൻസ് എല്ലാവരും ഒക്കെ നല്ല രസമായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം 2005 തൊട്ടേ നമ്മൾ കണ്ട സൂര്യ പടം, എല്ലാ പാട്ടുകളും കാണാൻ പടം, ഇതൊരു കോൺസേർട്ട് പോലെ ആയിരുന്നു അകത്ത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ക്വാളിറ്റി ആയാലും പിക്ചർ ക്വാളിറ്റി ആയാലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പടം. തിയേറ്റർ എക്സ്പീരിയൻസ് വിഷയമായിരുന്നു. കാരണം 2005 ഇത് ഇറങ്ങിയപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പം റിലീസ് ചെയ്തപ്പം വളരെ സന്തോഷമുണ്ട്. കാരണം ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റി. അത് 4K ക്വാളിറ്റിയിൽ സൗണ്ട് ക്വാളിറ്റി ആയാലും ഭയങ്കര മെച്ചപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005 ഇറങ്ങിയ മൂവിയാണ് മുരുകാസിൻ്റെ കരിയറിൽ. റിലീസ് നടന്നപ്പോൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇത് 3ാമത്തെ റിലീസാണ്. 3 അമ്മാതിരി ക്രൗഡ് തന്നെയായിരുന്നു. 3 ചങ്ങനാശ്ശേരിയിൽ, അതുകണക്കിനെ കൊട്ടാരക്കര, ഇപ്പം TVM. അപ്പം എനിക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നന്ദി തന്നെ ഉണ്ട്. ബുക്ക് മൈ ഷോ കളിക്കുന്ന ഷോ ആയിരുന്നു. അത് ഫാൻ ഷോ പോലെ നമുക്ക് കളിക്കാൻ പറ്റി. അതിന് സ്റ്റേറ്റ് കമ്മിറ്റി ശരത് ചേട്ടൻ, വെങ്കി ചേട്ടൻ, പ്രശാന്ത് ചേട്ടൻ എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. സൂര്യനൊക്കെ